കൺവേർജൻസ് തിയറം. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താണ് മോണോട്ടോൺ സീക്വൻസ് എന്ന് നോക്കാം. സോ എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്, sequence xn, is said to be increasing if xn plus 1 is greater than or equal to xn for all n element of n. അതായത് എക്സെന്നിനേക്കാളും വലുതാണ് എക്സ് എൻ പ്ലസ് വൺ, വലുതോ അല്ലെങ്കിൽ ഈക്വലോ, അതിലും വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ് എക്സ് എൻ പ്ലസ് ടു. ഈ രീതിയിലാണ് സീക്വൻസ് പോകുന്നതെങ്കിൽ നമ്മളതിനെ ഇൻക്രീസിങ് സീക്വൻസ് എന്ന് വിളിക്കും. ആൻഡ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് is said to be decreasing if xn plus 1 is less than or equal to xn for all n element of n. ചെറുതായി വരിക, ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മളതിനെ ഡിക്രീസിങ് സീക്വൻസ് എന്ന് വിളിക്കും. ഇനി മൊണോട്ടോൺ സീക്വൻസ് എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇൻക്രീസിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്രീസിങ് ആയിരിക്കണം. അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് നമ്മൾ മൊണോട്ടോൺ സീക്വൻസ് എന്ന് പറയുക. ഇപ്പോൾ ഒരു സീക്വൻസ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിലും അത് മൊണോട്ടോൺ സീക്വൻസ് ആണെന്ന് പറയും, ഡിക്രീസിങ് ആണെങ്കിലും അതിനെ മൊണോട്ടോൺ സീക്വൻസ് എന്ന് വിളിക്കും. ഓക്കെ, സോ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര. അപ്പോൾ നമുക്കറിയാം അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ്, അതുകൊണ്ട് ഇതൊരു മൊണോട്ടോൺ സീക്വൻസ് ആണെന്ന് പറയാം. അതുപോലെ സീക്വൻസ് 1/n, 1/2, 1/3, 1/4 അങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ വി ഹാവ് 1/n plus 1 is strictly less than 1/n for all n element of natural numbers. So this is a decreasing sequence. Decreasing ആയതുകൊണ്ട് ഇതും ഒരു മോണോട്ടോൺ സീക്വൻസ് ആണ്. Now consider this example. Alternating sequence ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 0 1 0 1 0 1 or any AB 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 where A not equal to B. This is neither decreasing nor increasing. കാരണം 0 കഴിഞ്ഞ് 1 വന്നു, അപ്പോൾ ഇൻക്രീസ് ചെയ്ത് നിൽക്കുകയാണ്. 1 കഴിഞ്ഞ് പിന്നെ 0 ആണ്, അപ്പോൾ ഡിക്രീസ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇത് ഈ സീരീസ് മൊത്തമായിട്ട് നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസും അല്ല ഇൻക്രീസിങ് സീക്വൻസും അല്ല. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ നോൺ മൊണോട്ടോൺ സീക്വൻസ് ഓർ എ സീക്വൻസ് വിച്ച് ഇസ് നോട്ട് മൊണോട്ടോൺ. പക്ഷേ നമ്മൾ കോൺസ്റ്റൻറ്റ് സീക്വൻസുകൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1. ഇറ്റ് ഈസ് ബോത്ത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്. അപ്പോൾ ഇതൊരു മൊണോട്ടോൺ സീക്വൻസ് ആണ്. അത് അറ്റ് ദ സെയിം ടൈം ഇൻക്രീസിങ് ആണെന്നും പറയാൻ പറ്റും, ഡിക്രീസിങ് ആണ് എന്നും പറയാൻ പറ്റും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. 0 1 0 -1 2 3 4 5 എക്സെട്ര. ഇത് ഇൻക്രീസിങ് സീക്വൻസ് അല്ല, കാരണം 1 കഴിഞ്ഞ് ഇവിടെ 0 വരുന്നുണ്ട്, 0 കഴിഞ്ഞ് -1 ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇൻക്രീസിങ് അല്ല. എന്നാൽ ഡിക്രീസിങ് ആണോ? അതുമല്ല, കാരണം 0ക്ക് ശേഷമാണ് ഇവിടെ 1 വന്നിരിക്കുന്നത്. സോ ഇത് ഡിക്രീസിങ്ങും അല്ല ഇൻക്രീസിങ്ങും അല്ല. പക്ഷേ സപ്പോസ് ദ ഫസ്റ്റ് 3 ടേംസ് ആർ നോട്ട് ഹിയർ. ഈ 3 പേര് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കാം. സോ ബാക്കി എന്താ ഉള്ളത്? -1 2 3 4 5 എക്സെട്ര. സോ ദിസ് വിൽ ബി an increasing sequence. സോ നമുക്ക് പറയാം 3 tail ഓഫ് ദിസ് സീക്വൻസ് ഈസ് ഇൻക്രീസിങ്. ഇങ്ങനെയുള്ള സീക്വൻസുകളെ നമുക്ക് അൾട്ടിമേറ്റ്ലി മൊണോട്ടോൺ ആണ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇൻക്രീസിങ് സീക്വൻസ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം. മോണോട്ടോൺ കൺവേർജൻസ് തിയറം നമുക്ക് ഒരു മോണോട്ടോൺ സീക്വൻസ് കൺവേർജൻ്റ് ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ് തരുന്നത്. അതായത് ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ദിസ് സീക്വൻസ് ഇസ് കൺവേർജൻറ്റ്. ഇഫ് ദിസ് കണ്ടീഷൻ ഇസ് നോട്ട് ട്രൂ ദെൻ ദിസ് സീക്വൻസ് ഇസ് നോട്ട് convergent. So a necessary and sufficient condition for the convergence of a monotone sequence. അതാണ് നമുക്ക് മോണോട്ടോൺ കൺവെർജൻസ് തിയറം തരുന്നത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ സെക്ഷൻ 3.2-ൻ്റെ ഫസ്റ്റ് തിയറമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് സീക്വൻസ് എക്സൻ ഈസ് എ കൺവേർജൻറ്റ് സീക്വൻസ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. എല്ലാ കൺവെർജൻറ്റ് സീക്വൻസുകളും ബൗണ്ടഡ് ആണ്. അതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എക്സാമ്പിളും കണ്ടിരുന്നു. ഓൾട്ടർനേറ്റിംഗ് സീക്വൻസ് അത് ബൗണ്ടഡ് ആണ് പക്ഷേ കൺവേർജൻ്റ് അല്ല, അങ്ങനെ നമ്മൾ എക്സാമ്പിളും കണ്ടിരുന്നു. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന സീക്വൻസ്
മോണോട്ടോൺ ആണെങ്കിൽ, അതായത് ഇൻക്രീസിങ് ആണെങ്കിലും ശരി ഡിക്രീസിങ് ആണെങ്കിലും ശരി, ഇഫ് ഇറ്റ് ഇസ് ബൗണ്ടഡ് ഇറ്റ് വിൽ ബി കൺവേർജൻറ്റ്. മോണോട്ടോൺ സീക്വൻസുകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ബൗണ്ടഡ് ആണെങ്കിൽ കൺവെർജൻറ്റും ആവും. ഇൻ ജനറൽ എല്ലാ സീക്വൻസിനും ഈ പ്രോപ്പർട്ടി ഇല്ല. ബട്ട് ഇഫ് ദ സീക്വൻസ് ഇസ് മോണോട്ടോൺ then it is convergent if and only if it is bounded. അപ്പോൾ ബൗണ്ടഡ് ആണ് എന്ന് കാണിച്ചാൽ അത് കൺവെർജൻ്റ് ആണ് എന്നായി. സോ ഇതാണ് നമ്മുടെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം പറയുന്നത്. എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഓക്കെ, ഇതിനെ നമുക്ക് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയാം. ലിമിറ്റ് ആരാണ് എന്ന് വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളിത് കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണ്. More precisely, if sequence xn is bounded and increasing, അതായത് ഇത് ബൗണ്ടഡ് മോണോട്ടോൺ സീക്വൻസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് കൺവെർജൻ്റ് ആയിരിക്കുന്നത്. ഇവിടെ ബൗണ്ടഡ് ആൻഡ് ഇൻക്രീസിങ് ആണെങ്കിൽ ദെൻ ലിമിറ്റ് ഓഫ് xn എന്ന് പറയുന്നത് സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ xn വേർ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതുപോലെ if sequence yn is bounded and decreasing then limit of yn എന്ന് പറയുന്നത് infimum of yn ആയിരിക്കും. ഇതാണ് നമ്മളോട് മോണോട്ടോൺ കൺവെർജൻസ് തിയറം പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് ഒന്ന് നോക്കുക. നമ്മുടെ സീക്വൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഇസ് x1, അതിൻ്റെയും വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ് x2, അതിലും വലുതോ അല്ലെങ്കിൽ ഈക്വൽ ആണ് x3. ഇതിങ്ങനെ വലുതാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ട്. ഇറ്റ് ഈസ് ബൗണ്ടഡ് ആണ്. ഇറ്റ് ഈസ് ബൗണ്ടഡ്. ഇപ്പോൾ ബൗണ്ടഡ് ആണെന്ന് പറയുമ്പോൾ അതിന് ലോവർ ബൗണ്ടും ഉണ്ട് അപ്പർ ബൗണ്ടും ഉണ്ട്. അപ്പോൾ ഓൾറെഡി x1 എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോവർ ബൗണ്ട് ആയിരിക്കും. ഇനി അപ്പർ ബൗണ്ടിൽ തന്നെ ഏറ്റവും ചെറിയ ആളെയാണ് നമ്മൾ സുപ്രീമം എന്ന് വിളിക്കുക. സോ സപ്പോസ് ഹിയർ ഇസ് സുപ്രീമം. അപ്പോൾ ഇതിങ്ങനെ വലുതായി വരുന്നുണ്ടെങ്കിലും ഇതിനൊരിക്കലും ഈ സുപ്രീമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റണില്ല. ഇത് ഇൻഫിനിറ്റ്ലി മെനി ടേംസ് ഉണ്ട് ഇവിടെ. ഇവരിങ്ങനെ വലുതായി 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 ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാവും. കാരണം വലുതായിക്കൊണ്ടിരിക്കണം, എന്നാൽ ഇതിനെ ക്രോസ് ചെയ്ത് പോകാനും പറ്റില്ല. സോ ഇവിടെ ഒരു ക്ലസ്റ്റർ പോലെയാവുകയാണ്. സോ ദാറ്റ് വി സേ ദാറ്റ് ലിമിറ്റ് ഓഫ് xn is equal to supremum of xn. ഇത് തന്നെയാണ് അടുത്ത കേസിൽ വരുന്നത്. ഇവിടെ മുകളിലേക്ക് വരച്ചെങ്കിൽ ഇത് താഴത്തേക്ക് വരയ്ക്കണം. സോ ഇതാണ് y1 എന്ന് കരുതുക. y1നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ് y2, അതിലും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആണ് y3. ഇങ്ങനെ ഇതിന് ചെറുതായിക്കൊണ്ടിരിക്കണം. ബട്ട് ഇറ്റ് ഹാസ് ബോത്ത് ആൻ അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട്. അപ്പർ ബൗണ്ട് ഉണ്ട് എന്നുള്ളതിൽ വേറെ നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല, കാരണം y1 ഇറ്റ് സെൽഫ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഹിയർ. ഇവിടെ നമുക്കൊരു ലോവർ ബൗണ്ട് ഉണ്ട്. ആ ലോവർ ബൗണ്ടുകളിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ആളാണ് നമ്മുടെ ഇൻഫിമം എന്ന് വിളിക്കുന്ന ആൾ. സോ ഇത് ചെറുതായി ചെറുതായി വരണു, പക്ഷേ ഇതിനൊരിക്കലും ഈ ഇൻഫിമത്തിനെ ക്രോസ് ചെയ്ത് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ ഇൻഫിനിറ്റ്ലി മെനി ആൾക്കാരുണ്ട്. സോ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതൊരു ക്ലസ്റ്റർ പോലെ ആവാണ്. ഇങ്ങനെ ചെറുതായി ചെറുതായി വന്ന് ഇവിടെ ഒരു ക്ലസ്റ്ററായി. അതുകൊണ്ട് ലിമിറ്റ് ഓഫ് y എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് yn ആയിരിക്കും എന്ന് പറയാൻ പറ്റും. സോ നമുക്കിനി അനലിറ്റിക്കലി ഇത് പ്രൂവ് ചെയ്യണം. സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്, പക്ഷെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് മോണോട്ടോൺ ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി കൺവേർജൻ്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആണ് എന്ന് നമുക്കറിയാം. പിന്നെ നമ്മൾ അതിൻ്റെ കോൺവേഴ്സ് പ്രൂവ് ചെയ്യാണ്. അതായത് ഒരു മോണോട്ടോൺ സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്നും അതിൻ്റെ ലിമിറ്റ് ഇങ്ങനെ ആയിരിക്കുമെന്നും നമ്മൾ കാണിക്കാൻ പോവുകയാണ്. സോ I am taking sequence xn as a bounded increasing sequence. ഇപ്പോൾ ഇത് ബൗണ്ടഡ് ആണ് എന്ന് പറയുമ്പോൾ അപ്പർ ബൗണ്ട് ഉണ്ട് ലോവർ ബൗണ്ട് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു x1 എന്ന് പറയുന്നത് തന്നെ ഒരു ലോവർ ബൗണ്ട് ആയിരിക്കും. then there exists some m greater than 0 such that xn less than or equal to m for all n element of n. സോ നമുക്ക് പറയാം ഈ സീക്വൻസിലുള്ള എലമെൻസിനെ ഉപയോഗിച്ച് നമ്മളൊരു സെറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് സെറ്റ് ഹാസ് എൻ അപ്പർ ബൗണ്ട്. ലോവർ ബൗണ്ടും ഉണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ആവശ്യം അപ്പർ ബൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ലോവർ ബൗണ്ടിനെ പറ്റി പറയാത്തത്. സോ ദിസ് സെറ്റ് ഈസ് ബൗണ്ടഡ് എബോവ്. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പ്രകാരം ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അതിനൊരു സുപ്രീം ഉണ്ടായിരിക്കും. സോ
ഈ സെറ്റിന് ഒരു സുപ്രീമം ഉണ്ട്. ആ സുപ്രീമത്തിനെ ഞാൻ എക്സ് സ്റ്റാർ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ വാട്ട് ഇസ് എക്സ് സ്റ്റാർ? ദിസ് എക്സ് സ്റ്റാർ ഇസ് ഈക്വൽ ടു supremum of set of all xn where n belongs to natural numbers. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്നത് ഈ സുപ്രീമം ആയിരിക്കും, അതായത് എക്സ് സ്റ്റാർ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഞാനൊരു ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു. ഇവിടെ എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് സുപ്രീമാണ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സുപ്രീമം എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. സോ എനിത്തിങ് ലെസ് ദാൻ എക്സ് സ്റ്റാർ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. സോ ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള എപ്സിലൺ എടുത്തു. എക്സ് സ്റ്റാർ മൈനസ് എപ്സിലൺ എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിനേക്കാൾ ചെറുതാണ്. സോ ദിസ് ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ. അപ്പർ ബൗണ്ട് അല്ല എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സെറ്റിലുള്ള ആരോ ഒരാൾ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലണിനേക്കാളും വലുതായിട്ടുണ്ട്. സോ ദർ എക്സിസ്റ്റ് സം കെ എലമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലൺ ഈസ് ലെസ് ദാൻ എക്സ് കെ. ഓക്കെ, ഇനി സീക്വൻസ് എക്സ് എൻ ഇൻക്രീസിങ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലൺ ലെസ് ദാൻ എക്സ് കെ എന്നാണ്. ആൻഡ് വി നോ ദാറ്റ് എക്സ് കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കെ പ്ലസ് 1. It is less than or equal to xk plus 2, less than or equal to etc. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സീക്വൻസിലെ ആദ്യത്തെ k-1 ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും എക്സ് സ്റ്റാർ മൈനസ് എപ്സിലണിനേക്കാളും വലിയവരാണ്. ഓർ നമുക്ക് പറയാം എക്സ് സ്റ്റാർ മൈനസ് എപ്സിലൺ ഇസ് ലെസ് ദാൻ എക്സ് എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, അടുത്തതായിട്ട് എക്സ് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഈ സെറ്റിൻ്റെ സുപ്രീമാണ്. സുപ്രീമം എന്ന് പറയുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ആൻ അപ്പർ ബൗണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. എല്ലാ എക്സ് എന്നും എക്സ് സ്റ്റാറിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണ്. ആൻഡ് ദിസ് എക്സ് സ്റ്റാർ ഇസ് ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലൺ ഫോർ ഓൾ എൻ എലമെൻറ്റ് ഓഫ് എൻ. ഓക്കെ, സോ എനിക്ക് ഇതിവിടെ ഇല്ല എന്ന് വിചാരിക്കാം. So that I have xn less than x star plus epsilon for all n element of n. So the first inequality is true for all n greater than or equal to k, and this is true for every n element of n. Okay, അപ്പോൾ ഇത് രണ്ടും കൂടി ശരിയാവാനായിട്ട് എന്ത് മതി? ഇപ്പോൾ ഇവിടെ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന് ശരിയാണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെക്ക് ശരിയാണ്. സോ I can say that both of them holds if n is greater than or equal to k. So from 1 and 2 I will get x star minus epsilon less than xn less than x star plus epsilon for all n greater than or equal to k. Okay, ഇതിൽ നിന്ന് നമ്മൾ ത്രൂ ഔട്ട് ഒരു എക്സ് സ്റ്റാർ സബ്ട്രാക്ട് ചെയ്താൽ ഐ വിൽ ഗെറ്റ് മൈനസ് എപ്സിലൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇതിനെ അബ്സല്യൂട്ട് വാല്യൂ സിമ്പൽ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ absolute value of xn minus x star is less than epsilon for all n greater than or equal to k എന്ന് കിട്ടും. And this means limit of xn is equal to x star. And who is x star? It is supremum of xn where n element of n. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ if sequence xn is a monotonically increasing sequence and which is bounded, അതായത് ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കൺവേർജൻ്റ് എന്നും അതിൻ്റെ ലിമിറ്റ് സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ ആണ് എന്നും നമുക്കിവിടെ കിട്ടി. സോ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആണ്. ഇൻക്രീസിങ് സീക്വൻസിൻ്റെ കേസിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് you have a bounded decreasing sequence. Let yn be a bounded decreasing sequence. അപ്പോൾ ഇവിടെ ഡിക്രീസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം yn plus 1 is less than or equal to yn for all n element of n. സോ ഈ ഇനീക്വാലിറ്റിയുടെ രണ്ട് സൈഡും ഞാനൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ഗെറ്റ് മൈനസ് ഓഫ് yn plus 1 greater than or equal to minus of yn
ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n കിട്ടും. ഓക്കെ, അതായത് ഇഫ് ഐ കൺസിഡർ സീക്വൻസ് -yn, ഇറ്റ് ഈസ് yn ബൗണ്ടഡ് ആയതുകൊണ്ട് -yn ബൗണ്ടഡ് ആയിരിക്കും. yn ഡിക്രീസിങ് ആയതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത് -yn ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ്. സോ സീക്വൻസ് -yn ഈസ് എ ബൗണ്ടഡ് ഇൻക്രീസിങ് സീക്വൻസ്. ഇപ്പോൾ പാർട്ട് എയിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. If we have a bounded increasing sequence, it is convergent and its limit is supremum of set of all elements in that sequence. So by part A we will get limit of -yn എന്ന് പറയുന്നത് supremum of -yn where n element of n എന്ന് പറയാം. നേരത്തെ xന് പകരം -yn എന്ന് കൊടുത്താൽ മതി. Now what about limit of -yn? -y എന്ന് പറഞ്ഞാൽ -1 into yn ആണ്. സോ ലിമിറ്റ് ഓഫ് -yn ഇസ് നത്തിങ് ബട്ട് മൈനസ് ഓഫ് ലിമിറ്റ് yn. ഓക്കെ, സോ മൈനസ് ഓഫ് ലിമിറ്റ് ഓഫ് yn എന്ന് എനിക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ സുപ്രീമം ഓഫ് -yn, സുപ്രീമം ഓഫ് -yn വിൽ ബി സെയിം ആസ് മൈനസ് ഓഫ് ഇൻഫിമം ഓഫ് yn. നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് സുപ്രീമം പ്രോപ്പർട്ടിയിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇഫ് S is bounded above അല്ലെങ്കിൽ if S is bounded below, then supremum of minus of S is equal to minus of infimum of S. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ഇവിടെ ഇങ്ങനെ കിട്ടി. ഇനി രണ്ട് സൈഡും നമ്മളൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ലിമിറ്റ് ഓഫ് yn is equal to infimum of set of all yn where n element of natural numbers. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട രണ്ടാമത്തെ ഭാഗം. ഓൾറെഡി നമ്മൾ കൺവെർജൻറ്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് മോണോട്ടോൺ കൺവെർജൻസ് തിയറത്തിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഈ പ്രൂഫും കൂടി ഉണ്ടെങ്കിലേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സോ നിങ്ങൾ എഴുതുമ്പോൾ ഈ പ്രൂഫും കൂടി ചേർത്തെഴുതണം. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൂഫാണ്. ഈ ബി പാർട്ടിൻ്റെ പ്രൂഫ് ഇങ്ങനെയല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് എ പാർട്ടിൻ്റെ പ്രൂഫ് എഴുതിയ പോലെ എഴുതാൻ പറ്റും. അവിടെ നമ്മൾ പറഞ്ഞത് ഇവിടെ സീക്വൻസ് y എന്ന് പറയുന്നത് ബൗണ്ടഡ് ഡിക്രീസിങ് ആണ്, ബൗണ്ടഡ് ആണ്. അപ്പോൾ ഇതിന് ലോവർ ബൗണ്ട് ഉണ്ടാവും. ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫിമം ഉണ്ടാവും. അതിനെ സേ y സ്റ്റാർ എന്ന് വിളിക്കുക. അപ്പോൾ ഇൻഫിമം എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്. anything greater than that will not be a lower bound. so y star plus epsilon എടുക്കുക. അത് ലോവർ ബൗണ്ട് ആവില്ല. ലോവർ ബൗണ്ട് ആവില്ലെങ്കിൽ y star plus epsilonനേക്കാളും ചെറിയ ആരോ ആ സീക്വൻസിലുണ്ടെന്ന് പറയാം. അങ്ങനെ അനലോഗസ് ആയിട്ട് നമ്മൾ ഇൻക്രീസിങ്ങിന് പകരം ഡിക്രീസിങ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എ പാർട്ടിൻ്റെ പ്രൂഫ് എഴുതിയ പോലെ തന്നെ ഈ രീതിയിലല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ആ പ്രൂഫ് നിങ്ങളൊരു പ്രാവശ്യം ഹോംവർക്കായിട്ട് എഴുതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മോണോട്ടോൺ കൺവെർജൻസ് തിയറത്തിൻ്റെ രണ്ട് ഭാഗത്തിൻ്റെയും പ്രൂഫ് പഠിച്ച പോലെയാവും. സോ ട്രൈ ടു റൈറ്റ് ദാറ്റ് പ്രൂഫ് ഡയറക്റ്റ്.